ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഡെക്കാത്തലോൺ സ്റ്റോറിലാണ്. നമുക്ക് ഡെക്കാത്തലോനെ പറ്റിയുള്ള കുറച്ച് കഥകൾ പറയാനുണ്ട്. കറകളല്ല, കഥകൾ. 1976 ഫ്രാൻസിൽ തുടങ്ങിയ ഒരു കമ്പനിയാണ് ഇപ്പൊ 70-ലധികം രാജ്യങ്ങളിൽ ഇത്ര വലിയൊരു ഗ്ലോബൽ സ്പോർട്സ് റീറ്റെയിൽ ജയന്റ് ആയി മാറിയിരിക്കും. ഇവരുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഡീലർഷിപ്പ്, ഡിസ്ട്രിബ്യൂഷൻ, ഡിസൈനിങ്, മാർക്കറ്റിംഗ് എല്ലാവരും സ്വന്തമായിട്ട് ചെയ്യുന്നത്. രാജ്യങ്ങളിലും ഓരോ സ്ട്രാറ്റജിയാണ് ഇവർക്ക്. ഇപ്പോ പുറത്തൊക്കെയാണ് ഔട്ട്ഡോർ സൈക്ലിംഗ് ഒക്കെ. ഇന്ത്യയിലാണെങ്കിൽ വാല്യൂ ഫോർ മണിയാണ്. നല്ലൊരു സ്ട്രാറ്റജി അല്ലേ ശരിക്കും? അമേരിക്കയിൽ ഇതത്ര സക്സസ്ഫുൾ ആയില്ല, പക്ഷേ ഇന്ത്യ ഉൾപ്പെടെ 70 രാജ്യങ്ങളിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്പനിയായി അവർ മാറി. ഇവിടെ ഇന്ത്യയിൽ ഇത്രയും സക്സസ്ഫുൾ ആയുള്ള കാരണം ക്വാളിറ്റി ആണോ, ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണോ, അത് അഫോർഡബിൾ പ്രൈസ് റേഞ്ച് ആണോ? എന്തായാലും കമന്റ് ചെയ്യാം. സീ യു സൂൺ. ബൈ ബൈ.